ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 കമൻറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു പാക്കേജിലായിട്ടാണ് വരുന്നത്. ഇതിറക്കുന്നത് സുമൻ ഓഡിയോസ് എന്ന് പറഞ്ഞൊരു ടീമാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കൊൽക്കത്ത ബേസ്ഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ആദ്യം തന്നെ കിട്ടുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. നമ്മൾ സാധാരണ നോർമൽ റിമോട്ട് കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സ്റ്റിക്കർ അവർ എക്സ്ട്രാ ആണ് തരുന്നത്. ഇതാണ് അവരുടെ പേര്, സുമൻ ഒഡീസ് എന്നാണ് അവരുടെ പേര്. ഇതാണ് അവർ തന്ന റിമോട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണിത്. അത് മാറ്റിയിരിക്കാം. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ വയറിങ് കിറ്റുകളെല്ലാം ഇതിൽ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ ബോർഡ്, HDMI വരുന്ന മിനി ഡീകോഡറൊക്കെ ഇതിൽ തന്നെ നമുക്ക് മെർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. PCB ക്വാളിറ്റിയൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റിയുള്ളൊരു PCB ആണ്. ഭയങ്കര ക്വാളിറ്റിയാണെന്നൊക്കെ പറയാനില്ല, എന്നാലും നമുക്കിത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളൊരു ആവറേജ് ക്വാളിറ്റിയുള്ളൊരു PCB ആണ് ഇത് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. മെയിൻ ബോർഡ് നോക്കുകയാണെങ്കിൽ ഈ ബോർഡിൽ തന്നെയാണ് ഇതിൻ്റെ 5 ചാനലും സബും പവർ സപ്ലൈ പിന്നെ റിമോട്ട് കിറ്റിൻ്റെ IC അതെല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. ഒറ്റ ബോർഡാണ് ആണല്ലേ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PCB ഒക്കെ ഒരു ആവറേജ് ക്വാളിറ്റിയാണ്, ഭയങ്കര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്, എന്നാലും മോശമല്ല. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ പ്രൊസസ്സർ. ഇത് 5 ചാനലിന് വരെ ഉപയോഗിച്ചിരിക്കുന്നത് TDA 2050 IC ആണ്. പെർ ചാനൽ ഒരു 35 വാട്ട്സ് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല, 2050 5 IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബിനായിട്ട് ഉപയോഗിക്കുന്നത് 5200 1943 കോമ്പിനേഷനിലുള്ള ഒരു പെയർ ട്രാൻസിസ്റ്ററാണ്. സബിന് ഒരു 100 വാട്ട്സ് പ്രതീക്ഷിക്കാം. ഇത് സബിൻ്റെ പവർ സപ്ലൈ ആണ്. ഇത് ചാനലിൻ്റെ പവർ സപ്ലൈ ആണ്. അവർ ഇട്ടിരിക്കുന്ന കപ്പാസിറ്റർ വരുന്നത് 50 വോൾട്ട് 3300ൻ്റെ 4 കപ്പാസിറ്ററാണ് സബിന് വരുന്നത്. ചാനലിന് വരുന്നത് 25 വോൾട്ട് 4700ൻ്റെ 2 അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഡയോഡ് എല്ലാം ഇരുന്നത്. നമുക്ക് ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ പവർ സപ്ലൈ ഇവിടെയാണ് കൊടുക്കേണ്ടത്. 3030 ഒരു 5 ആമ്പിയർ നമുക്ക് സബിന് മതിയാവും. അതുപോലെ 12012 ഒരു 5 ആമ്പിയർ നമുക്ക് 5 ചാനലിന് മതിയാവും. പിന്നെ ഓക്സിലറേറ്റർ ഒരു 012 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ സപ്ലൈ, പിന്നെ ഇതിൽ തന്നെ ഫാനിൻ്റെ സപ്ലൈ അതെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓക്സ് ഇൻപുട്ടാണ്. 3 ഓക്സ് ഇൻപുട്ടാണ് ഇവിടെ വരുന്നത്. ഇത് USB-യുടെ ഇൻപുട്ട്, പിന്നെ ഇത് DVD ഇൻപുട്ട്, ഈ വരുന്നത് ഡിസ്പ്ലേയുടെ കണക്ടറാണ്. പിന്നെ സബിൻ്റെ ഫിൽട്ടർ സെക്ഷൻ ഇതാ വരുന്നുണ്ട്. അതിൻ്റെ IC ആണ് ഇതായിരിക്കുന്നത്. ഈ LM324 IC വരുന്ന ഒരു സബ് ഫിൽട്ടർ സെക്ഷനാണ്. ഇത് വരുന്നത് നമ്മളെ USB-യുടെ 5 വോൾട്ടാണ്. പിന്നെ ഇതിൽ തന്നെ ഗെയിനർ സെക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ IC ആണ് ഈ ഇരിക്കുന്നത്. 4558 എന്ന് പറയുന്ന 3 IC ആണ് ഇതിന് വേണ്ടി ഗെയിനർ സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നവർ. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ബോർഡ് തന്നെയാണത്. ഒരു ബഡ്ജറ്റ് ലെവലൊരു 5.1 ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം, ധൈര്യമായി യൂസ് ചെയ്യാം. ഈ ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 2900 മുതൽ ഒരു 3500 ഈ പ്രൈസ് റേഞ്ചിനിടയ്ക്കാണ് വരുന്നത്. ഓരോ സമയത്ത് ഓരോ പ്രൈസാണ്. ഇത് ആവശ്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതുപോലത്തെ ഒരു ബോർഡ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. വലിയ വിലയില്ല, ഇത് ഒരു 450 രൂപ ഒക്കെ റേഞ്ചിൽ കിട്ടുന്നൊരു ബോർഡാണ്. ഇതിൻ്റെ കുറഞ്ഞ ബോർഡുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. അത്യാവശ്യം നല്ലൊരു ബോർഡാണ്. ഇതുപോലത്തെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ റിമോട്ട് കിറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ എൻകോഡറും കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ ആവശ്യം ഒരു ട്രാൻസ്ഫോമർ, ഒരു USB മൊഡ്യൂൾ, ക്യാബിനറ്റ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നത് ഈ ആംപ്ലിഫയർ അസംബ്ലിങ്ങിൽ തുടക്കക്കാരായിട്ട് വരുന്നവർക്കും പിന്നെ ഒരു ഹോബിയായിട്ട് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് സ്വന്തമായിട്ടൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യണം താല്പര്യമുള്ളവർക്കൊക്കെ ഈ ബോർഡ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. കാരണം അധികം കണക്ഷൻസ് ഒന്നുമില്ല, ഇതിലെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് ട്രാൻസ്ഫോമർ ഇവിടെ 3030 ഇവിടെ കൊടുക്കാം, പിന്നെ 12012 ഇവിടെ കൊടുക്കാം, പിന്നെ ഒരു 012 ഇവിടെ കൊടുക്കണം.
അത് നമ്മൾ ഇതിൻ്റെ USB-യുടെയും സബ് ഫിൽറ്ററിൻ്റെയൊക്കെ സപ്ലൈ ആണ്. അതുകൊണ്ട് അധികം കണക്ഷൻസ് ഒന്നുമില്ല. അത് നമുക്ക് ബേസിക് നോളജ് ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു ബോർഡാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു 10 ഇഞ്ച് സബ് വൂഫറൊക്കെ ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു 4 ഇഞ്ച് to 6 ഇഞ്ച് സ്പീക്കർ വരെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ ബോർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് HDMI-യും ഒപ്റ്റിക്കലും കോയാക്സിൽ ഈ വക ഇൻപുട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് വെച്ച് തന്നെ നമ്മളൊരു പാക്കേജ് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് ഈ ബോർഡും ടോറോയുടെ ട്രാൻസ്ഫോമറും പിന്നെ ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ അങ്ങനെ വരുന്നൊരു പാക്കേജ് ആയിട്ടുണ്ട്. അതിന് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് ഈ പാക്കേജ് ആയിട്ട് വരുന്ന ആംപ്ലിഫയർ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്ന എല്ലാവരും മാക്സിമം കമൻറ്റ് കൂടെ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും താങ്ക് യു.